ഇപ്പോൾ ഒരു സൂത്രം കാണിച്ചു തരാവേ. ഞങ്ങളിതേ തിരുവല്ലയിൽ വന്നതാണ് കേട്ടോ, എൻ്റെ നാട്ടിൽ. അപ്പോൾ ദേ ഒരാൾ ഇവിടെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഹലോ. നമ്മുടെ പാറുക്കുട്ടിയുടെ ബർത്ത്ഡേ ഓഗസ്റ്റ് 23-നായിരുന്നില്ലേ. അപ്പോൾ അമ്മയ്ക്ക് വരാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. പക്ഷേ അമ്മ എല്ലാ വർഷവും ഇങ്ങനെ ഓണം, വിഷു, ബർത്ത്ഡേയ്സ് ഇങ്ങനെ വരുന്ന സ്പെഷ്യൽ ദിവസങ്ങളിലൊക്കെ രണ്ട് കുട്ടികൾക്കും ഫാൻസി ഐറ്റംസ് വാങ്ങിക്കൊടുക്കാറുണ്ട് കേട്ടോ. അമ്മ മെയിനായിട്ടും വാങ്ങുന്നത് കമ്മൽ, മാല, വള, ഉത്സവങ്ങൾക്ക് ഒക്കെ ഇങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ബർത്ത്ഡേക്ക് പാറുക്കുട്ടിക്ക് ഒന്നും വാങ്ങിക്കൊടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കടയുടെ അടുത്തുള്ളൊരു ഷോപ്പിൽ വന്നതാണ് കേട്ടോ. ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും അമ്മൂമ്മയും കൊച്ചുമോളും കൂടെ അങ്ങ് പോയായിരുന്നു. ഞാൻ പിന്നെ പുറകെ പോയതാണ് കേട്ടോ, എന്താണ് നോക്കുന്നതെന്ന് അറിയാനായിട്ട്. പാറുക്കുട്ടി അല്ലെങ്കിൽ ആ കട മൊത്തം വാങ്ങിക്കളയും ഗൈസ്. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കിനും രണ്ടുപേരും കൂടെ കമ്മലിൻ്റെ സെക്ഷനൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. നാട്ടിൽ നിന്ന് വന്നപ്പോൾ പാറുക്കുട്ടിയാണെങ്കിൽ കമ്മൽ ഇട്ടിട്ടും ഇല്ലായിരുന്നു. നമ്മളാണെങ്കിൽ കമ്മലെടുക്കാൻ മറന്നും പോയി കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കൊള്ളാം, കമ്മൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ കമ്മലുകളൊക്കെ കാണിച്ചു കേട്ടോ. അപ്പോൾ അവിടെ കുറേ ട്രഡീഷണൽ കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയത് ഈ ജിംകാസൊക്കെ കണ്ടില്ലേ, ഇതേപോലത്തേതൊക്കെ ഞാൻ കൊച്ചിയിൽ ഒത്തിരി ഇടത്ത് തപ്പിട്ടും കണ്ടില്ല ഗൈസ്. എനിക്ക് അമ്മുക്കുട്ടിക്ക് പട്ടുപാടയുടെ കൂടെ ഇടാനായിട്ട് കുട്ടി ജിമിക്കയൊക്കെ ഞാൻ കുറേ നോക്കിയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നും കണ്ടില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഷോപ്പിലല്ലേ അടിപൊളി സെലക്ഷനാണ് കേട്ടോ. എന്ത് രസമാണെന്നറിയാവോ, റീസണബിൾ റേറ്റുമാണ്. ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ, ഒരുപാട് കളക്ഷൻ. നമുക്ക് സത്യം പറഞ്ഞാൽ കൺഫ്യൂഷനായി പോകും കേട്ടോ ഏതെടുക്കണമെന്നുള്ളത്. പാറുക്കുട്ടിക്കും അതേ കൺഫ്യൂഷനിൽ തന്നെ നിൽക്കുകയാണ്. പാറുക്കുട്ടിക്ക് ഇങ്ങനെ ഹാങ്ങിങ്സ് ഒന്നും അങ്ങനെ ഭയങ്കര ഇഷ്ടമല്ല, സ്റ്റഡ്സാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അവിടെ എന്തൊക്കെയോ കമ്മലുകളൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട്, എന്നെ കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഇത് പാറുവിനും എനിക്ക് ഒരുപോലെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഇതെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരെണ്ണം, രണ്ടെണ്ണോ? എന്തിനാ പാറു നീ ഇതൊന്നും സൂക്ഷിക്കത്തു പോലുമില്ല. അമ്മൂന് വേറെ എന്തെങ്കിലും മേടിക്കാം. എന്തിനാടാ? നീ ഇട്, ചേച്ചിയോട് പറ. അങ്ങനെ പാറക്കുട്ടി സെലക്ട് ചെയ്തിരിക്കുന്നു. ഗ്രേയോ? ഗ്രേ മതിയോ? അതോ വൈറ്റോ? എടാ വൈറ്റാടാ ഭംഗി. എടാ വൈറ്റാടാ ഭംഗി. ഗ്രേ എന്തിൻ്റെ കൂടെ ഇടാന്? വൈറ്റ് ആകുമ്പോ എല്ലാത്തിൻ്റെയും കൂടെ പോകും മാറോ മോനെ. വൈറ്റ് എടുക്കടാ. വൈറ്റ് മതി. നമ്മുടെ എല്ലാം കഴിഞ്ഞു, സ്കൂളത്തെയൊക്കെ കഴിഞ്ഞു. ഇതുണ്ടോ ഗൈസ് ജിംകാസിൻ്റെ ഒക്കെ കളക്ഷൻ, എന്തൊരു ഭംഗിയാന്ന് നോക്കി. ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല സൂപ്പർ സെലക്ഷൻ ആയിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി കേട്ടോ. നമുക്ക് ഓണത്തിന് ഇവിടെ നേരത്തെ വന്നിരുന്നെങ്കിൽ നല്ല അടിപൊളി കമ്മലൊക്കെ സെലക്ട് ചെയ്യുമായിരുന്നു ഗൈസ്. ഇത് ആക്ച്വലി എവിടെയാണെന്നറിയോ ഈ ഷോപ്പ്? നമ്മുടെ തിരുവല്ല മാർക്കറ്റ് ജംഗ്ഷനിൽ തന്നെയുള്ളൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ കടയുള്ളത്. അപ്പോൾ അമ്മ പറഞ്ഞു ഈ കടയിൽ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. പാറുക്കുട്ടിക്ക് പക്ഷേ അതൊന്നും വേണ്ടായിരുന്നു ഗൈസ്, പാറുക്കുട്ടിക്ക് സ്റ്റഡ്സ് മതിയായിരുന്നു. അങ്ങനെ ഇത് കണ്ടില്ലേ, ഈ ഒരു നെയില് കണ്ടു. ഈ ഒരു നെയിലിന് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എറണാകുളത്ത് വെച്ചിട്ട് ഒരു കടയിൽ പോയപ്പോഴത്തേക്കിനും ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ, പാറുക്കുട്ടിക്ക് വേണമെന്നും പറഞ്ഞ്. അന്ന് ഞാനത് വാങ്ങിക്കൊടുത്തില്ല. അതുകൊണ്ട് പാറുക്കുട്ടി അതൊക്കെ എടുത്തുകൊണ്ട് ബില്ല് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് കൊടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് കുറച്ച് വലുതാണ് കേട്ടോ, വലിയ ആൾക്കാരുടെ നെയിലിൻ്റെതാണ്. പാറുക്കുട്ടിക്ക് അത് പാകമാവില്ല. 1-2 നെയിൽ മാത്രമേ അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ചേച്ചി വേറെ ഉണ്ടെന്ന് പറഞ്ഞ് അകത്തോട്ട് കൊണ്ടുപോയതാണ് കേട്ടോ. അവിടെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നെയിലിൻ്റെ സൈസ് ഭയങ്കര വലുതാണ് കേട്ടോ, പാറുക്കുട്ടിക്ക് അത് സ്യൂട്ടാവത്തില്ല. അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് പറഞ്ഞു. അത് 1-2 മാത്രം എടുത്തിട്ട് ബാക്കി ടോട്ടൽ വേസ്റ്റ് ആയിപ്പോവും. അതിനേക്കാളും നല്ലത് നമ്മളത് വാങ്ങാതിരിക്കുന്നത്. നോ പാറു, എന്താ പാറു, ഞാൻ നിൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നതല്ലേ നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന എന്തിനാ സാധനം. നിനക്ക് പറ്റിയത് മേടിച്ച് തരാമെന്ന്. ബാ നമുക്ക് പോവാം. മറ്റേ നമുക്ക് അവിടെ ലൈസൻസിൽ നിന്ന് വരുമോ? സോറി, ബാ സമയമില്ല, ബാ പോവാം. പോന്നേരം നിനക്ക് പറ്റൂലടാ. ബാ വേറെ എന്തെങ്കിലും മേടിച്ചോ, പോയി ബൈ. അങ്ങനെ നെയിലൊക്കെ നോക്കി തിരിച്ചു പോകുന്ന വഴിയാണ് കേട്ടോ ഈ ഒരു കമ്മലിൻ്റെ കളക്ഷൻ കണ്ടത്. എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയാൽ കാണാനായിട്ട്. ശരിക്കും റിയൽ ഫ്ലവേഴ്സ് നിൽക്കുന്ന പോലെയല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പാറുക്കുട്ടിയുടെ അടുത്ത് ഇതിൻ്റെ ഏത് കളർ വേണമെന്ന് ചോദിച്ചപ്പോൾ പാറുക്കുട്ടിക്ക് വേണ്ടാന്ന് പറഞ്ഞു കേസ്. അപ്പോൾ എനിക്ക് അമ്മക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഇതൊരെണ്ണം വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു വൈറ്റ് വാങ്ങി കേട്ടോ. പാറുവാണ് വൈറ്റ് സെലക്ട് ചെയ്തത്. സൂപ്പറല്ലേ, നല്ലൊരു റിയലിസ്റ്റിക് ഫീൽ തോന്നില്ലേ. പിന്നെ അമ്മക്കുട്ടിക്കും പാറുക്കുട്ടിക്കും തലയിലിടാനായിട്ട് ഒരു ചെറിയ ബാൻഡ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്മക്കുട്ടിക്ക് ഇങ്ങനെ കുറേ തലമുടി ഇങ്ങനെ
കെട്ടി വെക്കുന്നത് ഇഷ്ടമാണ്. പാറുക്കുട്ടിക്കും സ്കൂളിൽ പോകുമ്പോൾ കെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് കുട്ടി പാൻറ്റും വാങ്ങി കേട്ടോ. എന്തോരണം എടുക്കാം, ചെറു അത് പൊട്ടും മോനെ. പിന്നെ ഈ ഒരു ഷോപ്പിൽ എന്നെ ഒരുപാട് അട്രാക്റ്റ് ചെയ്തത് ഈ കീ ചെയിനാണ് കേട്ടോ. കീ ചെയിൻസിൻ്റെ ഒരു അപാര കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഏത് നോക്കിക്കഴിഞ്ഞാലും ഇഷ്ടമാവും, അത്രയ്ക്കും ക്യൂട്ടായിട്ടുള്ള കീ ചെയിൻസ് ആയിരുന്നു ഗൈസ്. ഇത് കണ്ടില്ലേ, ഇത് സെയിം നമ്മുടെ പാറക്കുട്ടിക്കുണ്ട് കേട്ടോ. കുറേ കീ ചെയിൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബോൾ പോലെ ഉള്ള ഈ ഒരു കീ ചെയിനിൽ സൂപ്പറല്ലേ കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പാറുവിൻ്റെ അടുത്ത് കുറേ പ്രാവശ്യം പറഞ്ഞാണ് ഗൈസ് ഇത് വാങ്ങുമെന്ന്. പാറുക്കുട്ടി അത് വാങ്ങിയില്ല ഗൈസ്. അത് വേണം എന്ന് പറഞ്ഞിരുന്നു ഞാൻ ഉറപ്പായിട്ടും വാങ്ങിക്കൊടുത്തേനെ. പാറുക്കുട്ടി അത് വാങ്ങിയില്ല ഗൈസ്. അതെനിക്ക് ഭയങ്കര വിഷമമായി. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഭയങ്കര രസമില്ലേ കാണാനായിട്ട്. പിന്നെ ഇത് അപ്പുറത്ത് കിടക്കുന്നത് ഗ്ലാസിൻ്റെയാണ് കേട്ടോ. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ അത് പൊട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിയില്ല കേട്ടോ. പിന്നെ അതെ ബില്ലൊക്കെ ചെയ്യാൻ പോയപ്പോഴത്തേക്കിനും ആ ചേച്ചി പറഞ്ഞു ഇത് പാറുക്കുട്ടി ആദ്യമേ എടുത്തു വെച്ചതാണ് ഈ കമ്മൽ. ഇതൊക്കെ എപ്പോൾ എടുത്തു വെച്ചത് എനിക്കറിയത്തില്ല ഗൈസ്. ഞാൻ ആ കടയിൽ വരുന്നതിന് മുമ്പ് എടുത്തതാന്ന് തോന്നുന്നു. അങ്ങനെ ആ കമ്മലും കൂടി ബില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡാർലിംഗ് ഇത് വേണമെങ്കിൽ വേഗം പറ. അത്യാവശ്യമാണോ? എന്തിനാടാ ഇത്? അത് വേണ്ട, 130 അല്ലേ അതെല്ലാം കൂടെ. ഇതെന്തോ ഇത്? എടാ ഇതൊന്നും വേണ്ട പാറു ഇതൊന്നും വേണ്ട. പപ്പ വഴക്ക് പറയും വേണ്ട, അത് വേണ്ട. അങ്ങനെ പാറുക്കുട്ടിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം മൊത്തം 3 കമ്മലും വാങ്ങി, പിന്നെ ഹെയർ ബാൻഡും വാങ്ങി കേട്ടോ. അത്രേ വാങ്ങിയിട്ടുള്ളൂ. അതിൽ ഒരു കമ്മൽ അമ്മുക്കുട്ടിക്കാണ്, പിന്നെ ഈ ഹെയർ ബാൻഡ് 2 പേർക്കും കൂടെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. 2 കമ്മലാണ് കേട്ടോ പാറുക്കുട്ടിക്ക് വാങ്ങിക്കൊടുത്തിരിക്കുന്നത്. പാറുക്കുട്ടിക്ക് ഇങ്ങനത്തെ കുട്ടി ഗിഫ്റ്റുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പെൺകുട്ടികളല്ലേ, എന്തായാലും ഫാൻസി സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അതേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോവുകയാണെങ്കിൽ ഇത്രയുള്ള